അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മങ്കൂസ് മൗലിദിൽ രണ്ടാമത്തെ ബൈത്തിലെ ഒന്നാമത്തെ വരി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് മഹാനരായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്ന ഭാഗമാണ്. ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീലു നാദാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു. ഫീ മനസ്സതി ഹസ്നിഹി, നബി തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ. മനസ്സത്ത് എന്ന് പറഞ്ഞാൽ നേരർത്ഥം പുതുമണവാട്ടി ഒരുങ്ങി തയ്യാറാകുന്ന അവർ ഉടുക്കുന്ന പുതുവസ്ത്രത്തിനാണ്. ഒരു മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയാകുന്നതും നല്ല സൗന്ദര്യ വസ്തു ഉപയോഗിക്കുന്നതും വസ്ത്രം ഉപയോഗിക്കുന്നതുമെല്ലാം അവരുടെ വിവാഹത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു വസ്ത്രത്തോട് ഉപമിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്. എന്നിട്ട് പറയാണ്, ആ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയാണ്. എന്താ പറയുന്നത്? ഹാദാ, ഈ കുട്ടി, ഈ ജനിച്ച കുട്ടി ഉണ്ടല്ലോ, മലീഹുൽ കൗനി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ്, നല്ല സുന്ദരനാണ്. ഹാദാ അഹ്മദു, ഈ കുട്ടി അഹ്മദാണ്, അഹ്മദ് എന്ന് പേരുള്ള കുട്ടിയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഹാദാ കഹീലു ത്വർഫി ഹാദൽ മുസ്തഫ ഹാദാ ജസീലുൽ വസ്ഫി ഹാദാ സയ്യിദു. ഈ കുട്ടി കഹീലു ത്വർഫി, ജനിച്ചപ്പോൾ തന്നെ കണ്ണിന് സുറുമയിടപ്പെട്ട രൂപത്തിലാണ്, നല്ല സുന്ദരമായ രൂപത്തിലാണ്. ഹാദൽ മുസ്തഫ, ഈ കുട്ടി മുസ്തഫയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, എല്ലാവരും ഈ കുട്ടിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹാദാ ജസീലുൽ വസ്ഫി, ഈ കുട്ടി നല്ല സുന്ദരമായ അഴകുള്ള ഒരുപാട് വിശേഷണങ്ങളുള്ള കുട്ടിയാണ്. ഹാദാ സയ്യിദു, ഈ കുട്ടി നേതാവാണ്. ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? കണ്ണിന് സുറുമയിട്ട് ആ രൂപത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. എല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹാദാ ജസീലുൽ വസ്ഫി, ഒരുപാട് വിശേഷണങ്ങളുള്ളവരാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ ഏത് വിശേഷണം എടുത്തു നോക്കിയാലും അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്ത് അള്ള പടച്ച പടപ്പുകളുടെ കൂട്ടത്തിൽ എല്ലാത്തിൻ്റെയും മേലെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല. എന്താണ് അതിൻ്റെ കാരണം? അതൊരു വിശേഷണമാണോ? ആണ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അവിടുത്തെ കിതാബുൽ ഇഷാറാത്തിൽ പറയുന്നുണ്ട്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ, അതുപോലെ തന്നെ സുഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും ചില ആളുകളൊക്കെ ആരോപണം നടത്തി, വ്യഭിചാരാരോപണം ഉന്നയിച്ച സമയം, ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ആ ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ, മുനാഫിഖീങ്ങളുടെ കളവൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല. അഖദ്തു ബറാഅത ആയിഷ, ആയിഷ ബീവിയുടെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെട്ടത്. ആയിഷ ബീവി അത്തരം ഒരു തെറ്റിലേക്കൊന്നും പോകൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ അറിയോ? മിൻ അന്ന ദുബാബ ലാ യഖ്റബു ബിദാലിക്, നബിയെ, ഈച്ച പോലും അങ്ങയോട് അടുക്കൂലല്ലോ. ഫഇദാ കാന അല്ലാഹു സ്വാന ബിദാലിക അൻ യുഖാലിത്തഹു ദുബാബ്, ഈച്ച അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കലിനെ തൊട്ട് അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? ലി മുഖാലിത്തതിഹിൽ ഖദൂറാത്ത്, ഈച്ച സാധാരണ മ്ലേച്ഛമായ മലിനമായ സ്ഥലത്തൊക്കെയാണല്ലോ ഇരിക്കൽ. അതുകൊണ്ട് ആ മലിനമായൊരു വസ്തു അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കൂല. അത് അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫകൈഫ ബി അഹ്ലിക, നിങ്ങളെ കുടുംബത്തെ അള്ളാഹു സംരക്ഷിക്കാതിരിക്കോ? നിങ്ങളെ ഓരം പറ്റി കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത്തരം ഒരു തിന്മയിലേക്ക് പോകൂല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താരോ? അഖദ്തു ബറാഅത ആയിഷ, ആയിഷ ബീവി നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായത് മിൻ ളില്ലിക,
എന്താ പറഞ്ഞത്? അന്നീ റഅയ്തുല്ലാഹ സ്വാന ളില്ലക അയ്യഖ അലൽ അർളി, അങ്ങയുടെ ളില്ല്, തണല്, നിഴല് ഭൂമിയിലേക്ക് പതിക്കലിനെ അള്ളാഹു വലിയ സൂക്ഷ്മത നൽകിയിട്ടുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ? ഏതെങ്കിലും ഒരാളുടെ നിഴല് ഭൂമിയിലേക്ക് പതിച്ചാൽ ആ നിഴല് പല ആളുകളും ചവിട്ടും. അങ്ങയുടെ നിഴല് ലാ യൽഹറു ഫീ ശംസിൻ വലാ ഖമരിൻ, അത് സൂര്യനിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ ഒന്നും വെളിവാവില്ല. അല്ലാ യൂതഅ ബിൽ അഖ്ദാം, ഞങ്ങളൊക്കെ നബി അങ്ങയുടെ കൂടെ നടക്കുന്ന സമയത്ത് നിഴലുണ്ടായാൽ ആ നിഴലിൽ അറിയാതെ ചവിട്ടിപ്പോകും. അങ്ങനെ ചവിട്ടുമോ എന്ന് പേടിച്ചിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയെ പരിരക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിരക്ഷ അങ്ങേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഫകൈഫ ബി അഹ്ലിക, അങ്ങയുടെ കുടുംബത്തെ അള്ളാഹു രക്ഷിക്കാതിരിക്കോ? അതുകൊണ്ട് ഞാനത് വിശ്വസിക്കൂല എന്ന് മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജസീലുൽ വസ്ഫാണ്. എല്ലാ വിശേഷണങ്ങളും നല്ല സുന്ദരമായ വിശേഷത്തിൻ്റെ ഉടമയാണ്. അതുപോലെ തന്നെ ഹാദ സയ്യിദ്, ഈ കുട്ടി ഒരു നേതാവാണ്. ഈ കുട്ടി ചെറുപ്പത്തിൽ തന്നെ നേതാവായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മുല കൊടുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ഹലീമത്തു സഅദി, വാദി ഹലീമ എന്ന് പറഞ്ഞാൽ ഇലകളെല്ലാം ഉണങ്ങി എല്ലാ നിലക്കും ദുഷ്കരമായ ജീവിതമായിരുന്നു അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് കഅബാലയത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണല്ലോ, കളിച്ച് കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോൾ വല്ലിപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കാണാതായി. എന്നെങ്ങനെ തെരഞ്ഞു. എന്നെ കാണാതായപ്പോൾ വല്ലാതെ ബേജാറായി. അവിടുന്ന് പറഞ്ഞു, യാ റബ്ബി റുബ്ദ വാലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വസ്തന ഇന്ദിയദ, പടച്ചോനെ എൻ്റെ കുട്ടിയെ, എൻ്റെ പേരക്കുട്ടിയെ മുഹമ്മദിനെ നീ എനിക്ക് മടക്കിക്കൊണ്ട, എൻ്റെ കയ്യിലേക്ക് എത്തിക്കൊണ്ട എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്യാണ്. അങ്ങനെ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്താഹു അബൂജഹലിൻ അലാനാക്ക, അബൂജഹൽ ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? എന്നെ എടുത്തിട്ട് അബൂജഹൽ നേരെ അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് ആ അബൂജഹലിൻ്റെ പിന്നിലായിട്ട് എന്നെ ഇരുത്തി. ആ സമയത്ത് ഒട്ടകം പിന്നെ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അബൂജഹൽ എന്ത് ചെയ്തു? എന്നെ പിടിച്ചിട്ട് മുമ്പിലേക്ക് ഇരുത്തി. ആ സമയത്ത് ഖാമത്തിന്നാക്ക, ഒട്ടകം എഴുന്നേറ്റു പോയി. ഒട്ടകം എഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഒട്ടകം സംസാരിച്ചു. യാ അഹ്മഖ് ഹുവൽ ഇമാമു ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി, ഒട്ടകം സംസാരിക്കുകയാണ്. ഇദ്ദേഹം ഒരു ഇമാമാണ്, ഈ കുട്ടി ഇമാമാണ്. ഇമാം എങ്ങനെയാണ് തുടരുന്നവൻ്റെ പിന്നിൽ നിൽക്കുക, ഇമാമ് മുന്നിലല്ലേ നിൽക്കേണ്ടത് എന്ന് ഒട്ടകം സംസാരിച്ചു പോയി. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ട റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ കൊടുത്തൊരു സംഭവമാണിത്. ചെറുപ്രായത്തിൽ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഹദാ ജസീലുൽ വസ്ഫി ഹാദ സയ്യിദു, മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ മഹബ്ബത്ത് വെക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.